കിഴക്കൻ കുമ്യൂണിലെ 1500 ചതുരശ്ര മൈൽ വരുന്ന വിശാലമായ പ്രദേശം. അവിടെ ഭീതി വരച്ച ചോഗർ കടുവകളെ വേട്ടയാടാനെത്തിയ ജിം കോർബറ്റിൻ്റെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. 64 അതിലധികമോ മനുഷ്യരെ കൊന്നൊടുക്കിയ ഈ നരഭോജികളെ കണ്ടെത്താനും ഇല്ലാതാക്കാനും കോർബറ്റ് നടത്തിയ ശ്രമങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന വെല്ലുവിളികളും അപകടങ്ങളും, അതുപോലെ തന്നെ അവിടുത്തെ ഗ്രാമീണരുടെ ജീവിതവും ഭയവും ദാരിദ്ര്യവും എല്ലാം നിങ്ങൾക്ക് ഈ കഥയിലൂടെ കാണുവാൻ കഴിയും. അത് അത്രമേൽ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്നെ കൊണ്ടാവുന്നത് പോലെ ഞാൻ ശ്രമിക്കാം. കിഴക്കൻ കുമ്യൂണിൻ്റെ ഭൂപടം മേശമേലിരിക്കുന്നു. ജിം കോർബറ്റ് ആ ഭൂപടത്തിലേക്ക് ഉറ്റുനോക്കി. 64 ക്രൂസുകൾ. ഓരോ ക്രൂസും ഒരു പ്രത്യേക തീയതിയും സ്ഥലവും ഓർമ്മിപ്പിക്കുന്നു. ചോക്കർ കടുവകൾ മനുഷ്യരെ വേട്ടയാടിയതിൻ്റെ അടയാളങ്ങൾ. ഈ കണക്ക് പൂർണ്ണമല്ലെന്നും മരണസംഖ്യ ഇനിയും കൂടാമെന്നും കോർബറ്റ് ഓർത്തു. ഇത് 2 വർഷത്തെ കണക്കാണ്. 50 മൈൽ നീളവും 30 മൈൽ വീതിയുമുള്ള ഭീമാകാരമായ ഒരു പ്രദേശം. ശൈത്യകാലത്ത് മഞ്ഞും വേനൽക്കാലത്ത് കൊടും ചൂടുമുള്ള ഇടം. ഇവിടെയാണ് ഈ നരഭോജികളായ കടുവകൾ തങ്ങളുടെ ഭീകര സാമ്രാജ്യം കെട്ടി ഉയർത്തിയത്. മലമുകളിലെ ചെറിയ ഗ്രാമങ്ങളിൽ ചിലതിൽ 100ഓളം ആളുകളുണ്ട്. മറ്റ് ചിലതിൽ 1-2 വീടുകൾ മാത്രമാണുള്ളത്. ഇങ്ങനെയുള്ള ഗ്രാമങ്ങളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നത് ഇടുങ്ങിയ നടപ്പാതകളാണ്. അതും വനങ്ങൾക്കുള്ളിലൂടെ കടന്നു പോകുന്ന നടപ്പാതകൾ. അതുവഴി ആളുകൾ നടന്നു പോകുന്നത് നഗ്നപാതരായിട്ടാണ്. വനത്തിലൂടെയുള്ള ഈ ഇടുങ്ങിയ പാതയിലൂടെ സഞ്ചരിക്കുക എന്നത് എന്തുമാത്രം അപകടം നിറഞ്ഞതാണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അതിനാൽ തന്നെ കടുവയുടെ ആക്രമണം ഉണ്ടായാൽ വനത്തിലൂടെ വിവരം കൈമാറുവാൻ വേണ്ടി ഇങ്ങനെ ഇടുങ്ങിയ പാതയിലൂടെ സഞ്ചരിക്കുന്നത് ഒട്ടും സുരക്ഷിതമായ ഒന്നായിരുന്നില്ല. അതിനാൽ തന്നെ അവിടുത്തെ ഗ്രാമീണർ കണ്ടെത്തിയ ഒരു മാർഗമാണ് ഞാൻ ഇനിയും നിങ്ങളുമായി വിശദീകരിക്കുവാൻ പോകുന്നത്. ഗ്രാമത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാറയ്ക്ക് മുകളിൽ നിന്നും അല്ലെങ്കിൽ വീടുകൾക്ക് മുകളിൽ നിന്നും അവിടുത്തെ ഗ്രാമീണർ കയറി നിൽക്കും. അത് കഴിഞ്ഞ് അവർ ഉച്ചത്തിൽ കൂവി വിളിക്കും. അത് അടുത്തുള്ള ഗ്രാമത്തിലെ ആളുകൾ തിരികെ ഇതുപോലെ കൂവി വിളിക്കുന്നത് വരെയും അത് തുടരും. അതിന് മറുപടി എന്ന പോലെ മറ്റൊരു കൂവുവിളി അവിടെ നിന്ന് ഉയർന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തോ പറയാനുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകും. അവർ ശ്രദ്ധയോടെ എന്താണ് പറയുന്നതെന്ന് ചെവിയോർത്ത് നിൽക്കും. അപ്പോൾ മറുവശത്ത് തലയ്ക്കിൽ നിന്നും പറയാനുള്ള വിവരം ഉച്ചത്തിൽ വിളിച്ചലറും. അത് കിട്ടുന്ന മറ്റ് ഗ്രാമത്തിലെ ആളുകളും ഇത് തന്നെ തുടരുകയും ചെയ്യും. അങ്ങനെ ആ പ്രദേശത്തെ ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിൽ ഈ വിവരം വളരെ വേഗം തന്നെ എത്തിക്കുവാൻ ഈ വിദ്യയ്ക്ക് സാധിച്ചു. രാത്രിയിലെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് അങ്ങ് അകലെ നിന്നും ഉയർന്നു കേൾക്കുന്ന ആ കൂകു ശബ്ദങ്ങൾ ഇങ്ങേ തലക്കിലെ ഗ്രാമങ്ങളിൽ ഭയമാണ് സൃഷ്ടിക്കുന്നത്. ആ ഭയത്തിൻ്റെ അളവ് എത്രയെന്ന് വെച്ചാൽ ആ ശബ്ദം കേൾക്കുമ്പോൾ അവർ ഭയന്ന് വിറച്ചുകൊണ്ട് എന്താണെന്നറിയുവാൻ വേണ്ടി അവരുടെ കുടിലിനുള്ളിലെ ജനാലക്കരികിലേക്ക് വന്ന് കാതോർത്ത് നിൽക്കും. നരഭോജിയായി തീർന്ന ഒരു മൃഗം അവൻ ആക്രമണം തുടങ്ങുമ്പോൾ ആരും കാട്ടിലൂടെ വാർത്തകൾ എത്തിക്കുവാൻ ധൈര്യപ്പെടില്ല. ഭയം ഭയം അവരെ പുതിയ വഴി തേടുവാൻ പ്രേരിപ്പിച്ചു. അവർ പരസ്പരം വിളിച്ചു പറഞ്ഞു, ദൂരെ നിന്നും ദൂരേക്ക്. ഭയചകിതമായ ആ വാക്കുകൾ ആ ഗ്രാമങ്ങളിൽ കാറ്റിലൂടെ ഒഴുകി നടന്നു. 1927 ഫെബ്രുവരിയിൽ ഒരു ജില്ലാ സമ്മേളനത്തിൽ വെച്ചാണ് കോർബറ്റിന് ഈ കടുവകളെ കൊല്ലുവാനുള്ള ദൗത്യം ഏറ്റെടുക്കേണ്ടി വരുന്നത്. കുമ്യൂണിൽ 3-4 നരഭോജി കടുവകൾ പ്രശ്നമുണ്ടാക്കിയിരുന്നുവെങ്കിലും ചോഗർ കടുവകളാണ് ഏറ്റവും കൂടുതൽ നാശം വിതച്ചുകൊണ്ടിരുന്നത്. ജില്ലയുടെ അധികാരികൾ കോർബറ്റിനോട് ഈ കടുവകളെ ഇല്ലാതാക്കാൻ സഹായിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചു. അങ്ങനെ അവരുടെ അഭ്യർത്ഥനയിൽ കോർബറ്റിന് അവനെ കൊല്ലാമെന്ന് വാക്ക് നൽകേണ്ടി വന്നു. അതെ, 1927 അദ്ദേഹത്തിന് വാക്ക് നൽകേണ്ടി വന്നു. ഈ ഭീകരതയ്ക്ക് അയാൾ അറുതി വരുത്തുമെന്ന്, അതായത് ചോഗർ കടുവയെ കൊല്ലുവാൻ അയാൾ ഇറങ്ങിത്തിരിക്കുമെന്ന്. കാലാഗർ ബംഗ്ലാവ്. ഉയരം കൂടിയ മലനിരകളിൽ ഏകദേശം 85,000 അടി ഉയരമുള്ള കാലാഗർ മലനിര. അതിൽ 40 മൈൽ നീളമുള്ള ഇടതൂർന്ന കാടുകൾ. മലയുടെ വടക്ക് ഭാഗത്ത് മനോഹരമായ റോഡ്, ഓക്കുമരങ്ങളും മറ്റു മരങ്ങളും നിറഞ്ഞ കാടുകൾ, വിശാലമായി കിടക്കുന്ന കൃഷിയിടങ്ങൾ. കാടിനെയും കൃഷിയിടത്തെയും തമ്മിൽ വേർതിരിച്ചുകൊണ്ട് ഒരു റോഡ് വളഞ്ഞു പുളഞ്ഞ് കടന്നു പോകുന്നുണ്ട്. നല്ല ഉയരമുള്ള പ്രദേശത്ത് നിന്നും നോക്കിക്കഴിഞ്ഞാൽ ആ റോഡ് ഒരു ലൂപ്പ് ഉണ്ടാക്കുന്നത് കാണാൻ കഴിയും. ആ ലൂപ്പ് ഉണ്ടാകുന്ന ഭാഗത്താണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്.
അതായത് കാല അഗർ ഫോറസ്റ്റ് ബംഗ്ലാവ്. 1929 ഏപ്രിൽ ഒരു സായാഹ്നത്തിലാണ് ജിം കോർബറ്റ് 4000 അടി ഉയരം കയറി കാല അഗർ ബംഗ്ലാവിൽ എത്തിച്ചേരുന്നത്. ഈ ഭാഗത്തും ആ കടുവകളുടെ ആക്രമണം ഉണ്ടായിരുന്നു. ഇവിടെ നിന്നും 22 വയസ്സുള്ള ഒരു യുവാവിനെയായിരുന്നു അവസാനമായി ആ കടുവ പിടിച്ചുകൊണ്ടുപോയത്. അതിനും കാരണമുണ്ട്. കാല അഗർ മലനിരകളുടെ വടക്ക് കിഴക്ക് പ്രദേശങ്ങളിലാണ് കടുവയുടെ ആക്രമണങ്ങൾ കൂടുതലായി ഉണ്ടായിരിക്കുന്നത്. അതായത് അവയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം അത് തന്നെയാണെന്നല്ലേ. അന്ന് വൈകിട്ടോടെയാണ് കോർബറ്റ് അവിടെ എത്തിയത്. അദ്ദേഹം അന്നത്തെ ദിവസം ആ ബംഗ്ലാവിൽ താമസിച്ചു. പിറ്റേന്ന് കാലത്തെ പ്രാതൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 22 വയസ്സുള്ള ഒരു യുവാവിനെ കടുവ പിടിച്ചുകൊണ്ടു പോയിരുന്നു എന്ന്. അവൻ്റെ മുത്തശ്ശി കോർബറ്റിനെ കാണുവാൻ വേണ്ടി ആ ബംഗ്ലാവിലേക്ക് കടന്നു വന്നു. അതീവ ദുഃഖിതയായിരുന്നു അവർ. അവരുടെ ഒരേ ഒരു ആശ്രയമായിരുന്നു ആ യുവാവ്. അവൻ എന്താണ് അവിടെ ഉണ്ടായതെന്ന് ആ മുത്തശ്ശി കോർബറ്റിനോട് വിവരിച്ചു. തൻ്റെ പേരമകനെ ഒരു പ്രകോപനവും കൂടാതെയാണ് ആ നരഭോജിയായ കടുവ കൊന്നു കൊലപ്പെടുത്തി കൊണ്ടുപോയത്. ഞാനിപ്പോൾ ഇവിടെ തീർത്തും ഒറ്റപ്പെട്ടാണ് കഴിയുന്നത്. ആ കടുവയെ പിടിക്കുവാൻ വേണ്ടി ഇരവയ്ക്കുവാൻ വേണ്ടി 3 എരുമകളെ ഞാൻ നൽകാം. ഇനിയും ആർക്കു വേണ്ടിയാണ് ഞാൻ സമ്പാദിക്കുന്നത്? ഇനിയും അധികകാലം ഞാൻ ഈ ഭൂമിയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണയായി കടുവകളെ പിടിക്കുവാൻ വേണ്ടി ഇരയായി നിർത്തുന്ന മൃഗങ്ങൾ പ്രായം കുറഞ്ഞവയായിരിക്കാം. എന്നാൽ ഇവർ വാഗ്ദാനം ചെയ്തത് പ്രായമുള്ള എരുമകളെ തന്നെയായിരുന്നു. എങ്കിലും അത് നിരസിക്കുവാൻ എനിക്കാകുമായിരുന്നില്ല. കോർബറ്റ് ആ വൃദ്ധയായ സ്ത്രീ തന്ന വാഗ്ദാനം സ്വീകരിച്ചു. കോർബറ്റ് ഒരു കാര്യം കൂടി പറഞ്ഞു. ആ കടുവകളെ ഇരവയ്ക്കുവാനുള്ള 4 എരുമകൾ ഇപ്പോൾ എൻ്റെ കൈവശമുണ്ട്. അതിനെ ഇരയായി നിർത്തിയ ശേഷം വീണ്ടും ആവശ്യമായി വന്നാൽ ഞാൻ നിങ്ങളിൽ നിന്നും വാങ്ങിക്കാം. ഇതായിരുന്നു കോർബറ്റ് അവർക്ക് നൽകിയ മറുപടി. കാല അഗർ മലനിരകൾ ഭയത്തിൻ്റെ മറ്റൊരു കേന്ദ്രമായിരുന്നു. നരഭോജികളായ കടുവകൾക്കും മറ്റ് മൃഗങ്ങൾക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇടം കൂടിയാണിത്. ഇവിടുത്തെ കഥകൾക്ക് മരണത്തിൻ്റെ ഗന്ധമാണുള്ളത്. കാല അഗാറിലെ ബംഗ്ലാവിൻ്റെ മുന്നിൽ പല ഗ്രാമങ്ങളിൽ നിന്നുള്ള ഗ്രാമമുഖ്യന്മാർ എത്തിച്ചേർന്നിരുന്നു. അവിടെ ഞങ്ങളിപ്പോൾ ഒരു ചെറിയൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ പോകുകയാണ്. കോർബറ്റും ഗ്രാമമുഖ്യന്മാരും തമ്മിലുള്ള ഒരു ചെറിയ മീറ്റിംഗ് ആണ് അവിടെ നടക്കാൻ പോകുന്നത്. അവിടുന്നും ഇവിടുന്നുമായി കുറച്ച് ഗ്രാമീണരും അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കെല്ലാം അറിയാവുന്ന വിവരങ്ങൾ ശേഖരിക്കുവാൻ വേണ്ടിയാണ് കോർബറ്റ് അവരെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. അങ്ങനെ കോർബറ്റിൻ്റെ ക്ഷണപ്രകാരം അവിടെ എത്തിച്ചേർന്ന ഗ്രാമമുഖ്യന്മാരോടും ഗ്രാമീണരും ചോദിച്ചു മനസ്സിലാക്കിയത് പ്രകാരം അവസാനമായി കടുവയെ കണ്ടത് ഏകദേശം 10 ദിവസം മുൻപേ ആണെന്ന് അതിലൊരു ഗ്രാമീണൻ പറഞ്ഞു. കടുവയെ കണ്ടു എന്ന് പറയപ്പെടുന്നത് കാല അഗർ മലനിരകളുടെ കിഴക്ക് ഭാഗത്തുള്ള ഒരു ഗ്രാമത്തിൽ വെച്ചാണ്. കോർബറ്റിന് മനസ്സിലായത് ഇതാണ്. അവിടെ ഉണ്ടായിരുന്ന ദമ്പതികളെ ആ കടുവ കൊല്ലുകയും അവിടെ വെച്ച് ഭക്ഷിക്കുകയും ചെയ്തു. ഗ്രാമീണർ പറഞ്ഞ ഈ ഗ്രാമം ഇവിടെ നിന്നും ഏകദേശം 12 മൈൽ അകലെയാണ്. അവിടേക്ക് ഇപ്പോൾ പോകുക എന്നത് ഒരർത്ഥവുമില്ലാത്ത കാര്യമാണ്. അതിനാൽ തന്നെ കോർബറ്റ് അവിടേക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചു. തൻ്റെ കൈവശം കൊണ്ടുവന്ന ഭൂപടം എടുത്ത് പരിശോധിച്ചു. പുതിയൊരു ക്രോസ് ചിഹ്നം കൂടി ആ ഭൂപടത്തിൽ വരച്ചു ചേർത്തു. അതിനുശേഷം തൻ്റെ കൈവശം ഉണ്ടായിരുന്ന ആ മാപ്പ് വിശദമായി തന്നെ അദ്ദേഹം പരിശോധിച്ചു. അതിനുശേഷം കോർബറ്റ് ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. ഡെൽക്കാനിയ എന്ന ഗ്രാമത്തിലേക്ക് പോകാനായിരുന്നു അദ്ദേഹം തീരുമാനമെടുത്തത്. ഇതും ആ മലനിരയുടെ കിഴക്ക് ഭാഗത്ത് തന്നെയാണ് ഡെൽക്കാന എന്ന ഈ ഗ്രാമവും. അവിടെ കൂടി നിന്ന ആളുകളോടായി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പങ്കുവച്ചു. അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന മാപ്പ് പ്രകാരം കടുവകളെ ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ആ ഭാഗത്താണെന്നും അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കാം ആ കടുവകൾ തമ്പടിച്ചിരിക്കുകയെന്നും ഗ്രാമത്തിലെ ആളുകളോട് കോർബറ്റ് പറഞ്ഞു. കോർബറ്റ് അവിടുത്തെ ആളുകളോട് പറയുമ്പോഴും അവരുടെ വാക്കുകളിലും മറുപടിയിലുമെല്ലാം ഭയം നിറഞ്ഞു നിന്നിരുന്നു. അവരുടെ മനസ്സിൽ ചിന്തിച്ചിരിക്കുക ഇതായിരിക്കാം: കടുവയുടെ അടുത്ത നീക്കം എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇത്ര കൃത്യമായി പ്രഖ്യാപിക്കാൻ കഴിയുക? ഭൂപടത്തിലെ മരണചിഹ്നങ്ങൾ നോക്കി എങ്ങനെയാണ് ഡെൽക്കാനയിൽ തന്നെ ആയിരിക്കാം ആ കടുവകൾ ഇനിയും വരാൻ പോകുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്? ഇതുപോലെയുള്ള നിരവധി ചോദ്യങ്ങളായിരുന്നു അവിടെ കൂടി നിന്ന ഗ്രാമീണരുടെ മനസ്സിൽ അപ്പോൾ തോന്നിയത്. പിറ്റേന്ന് കാലത്തെ തന്നെ അവിടേക്ക് തിരിക്കുമെന്ന് കോർബറ്റ് അവരോട് പറഞ്ഞു. പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ തന്നെ ബംഗ്ലാവിൽ നിന്നും അവിടേക്കുള്ള യാത്ര പുറപ്പെടുവാൻ അദ്ദേഹം തയ്യാറായി. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട റൈഫിലും അദ്ദേഹം എടുത്തിരുന്നു. കാല അഗാറിൽ നിന്നും ഡെൽക്കാന എന്ന ഗ്രാമത്തിലേക്കുള്ള യാത്ര ഇടുതൂർന്ന കാടുകൾക്കിടയിലൂടെയും അധികം ആളുകളൊന്നും സഞ്ചരിക്കാത്ത ഒരു പാതയിലൂടെയുമായിരുന്നു പോകേണ്ടിയിരുന്നത്. കുത്തനെയുള്ള ഇറക്കവും വലിയ പാറക്കല്ലുകളും കുറ്റിച്ചെടികളും മുൾക്കാടുകളും നിറഞ്ഞ ഒരു പ്രദേശം കൂടിയായിരുന്നു അത്. അത്രയും കഠിനമായ കാട്ടുവഴിയിലൂടെ വേണം അവിടേക്ക് സഞ്ചരിക്കുവാൻ, അതും നരഭോജികളായ കടുവകൾ തമ്പടിച്ചിരിക്കുന്ന ആ വനത്തിലൂടെ.
10 മൈൽ ദൂരം സാധാരണയായി 2.5 മണിക്കൂറുകൾ കൊണ്ട് താണ്ടാനാകും. എന്നാൽ ഈ കഠിനമായ ദുർഘടം പിടിച്ച വഴിയിലൂടെ ഒരിക്കലും 10 മൈൽ 2.5 മണിക്കൂർ കൊണ്ട് താണ്ടാനാകില്ല. കുത്തനെയുള്ള ഉയരവും പാറക്കെട്ടുകളും നിറഞ്ഞ പ്രദേശത്തു കൂടിയാണ് സഞ്ചരിക്കേണ്ടത്. കാലം നിടറിയാൽ വലിയ അപകടത്തിലേക്കായിരിക്കും വന്ന് പതിക്കുക. നരഭോജികളായി തീർന്ന കടുവകളെ ഏറ്റുമുട്ടുന്നതിനേക്കാൾ ദുർഘടമാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്. ഏറെ ദൂരം അദ്ദേഹം വനത്തിലൂടെ സഞ്ചരിച്ചു. എന്തായാലും ഈ രാത്രിയിൽ ഈ വനത്തിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ടതായി വരുമെന്ന് കോർബറ്റിന് അറിയാമായിരുന്നു. എന്നാൽ നരഭോജികളായ മൃഗങ്ങൾ വസിക്കുന്ന ഈ വനത്തിൽ തുറസായ ഒരു സ്ഥലത്ത് തമ്പടിക്കുക എന്നത് ഒട്ടും പ്രായോഗികമായിരുന്നില്ല. അതിനാൽ തന്നെ ഇനിയുള്ള ഒരു വഴി എന്നത് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മുകളിൽ കയറി അവിടെ തമ്പടിക്കുക അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ഉറങ്ങുക എന്നത് മാത്രമാണ്. കോർബറ്റ് തൻ്റെ ചുറ്റുപാടും നിരീക്ഷിച്ചു. അങ്ങനെ ഒരു ഓക്കുമരം അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെടുകയും ആ ഓക്കുമരത്തിൻ്റെ മുകളിലേക്ക് കോർബറ്റ് വലിഞ്ഞു കയറുകയും ആ ശിഖരത്തിൽ ഇരിക്കുകയും ചെയ്തു. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ റൈഫിൾ എടുത്ത് കൈയെത്തുന്ന ദൂരത്തുണ്ടായിരുന്ന ഒരു ശിഖരത്തിൽ തൂക്കിയിട്ടു. അതിനുശേഷം ആ മരത്തിൻ്റെ തടിയിലേക്ക് ചേർന്നിരുന്ന് ഒന്നും മയങ്ങി. കോർബറ്റ് നിരവധി മൃഗങ്ങളെ വേട്ടയാടുവാൻ വേണ്ടി രാത്രികാലങ്ങളിലും ഇങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മരത്തിലിരുന്ന് ഉറങ്ങുക എന്നത് സർവ്വസാധാരണമാണ്. അദ്ദേഹത്തിനത് ശീലവുമാണ്. അങ്ങനെ പതിയെ സമയം മുന്നിലേക്ക് പോയി. മരത്തിൻ്റെ ആ വലിയ കൊമ്പിൽ നിന്നുകൊണ്ട് പതിയെ കോർബറ്റ് ഉറങ്ങുവാൻ തുടങ്ങിയ സമയം എന്തോ ഒരു ശബ്ദം കേട്ടുകൊണ്ടാണ് അദ്ദേഹം ഞെട്ടി എഴുന്നേൽക്കുന്നത്. അദ്ദേഹം കേട്ട ശബ്ദം ഇതാണ്. നഖങ്ങളും കാലുകളും പാറമേൽ ഉരയ്ക്കുന്ന ശബ്ദമാണ് കേട്ടത്. താൻ കൈയെത്തി തൻ്റെ റൈഫിൽ കൈയെടുത്തു. ശബ്ദം കേട്ട ദിക്കിലേക്ക് തൻ്റെ റൈഫിൽ ചൂണ്ടി സൂക്ഷിച്ചു നോക്കി. ചുറ്റുപാടും നിരീക്ഷിച്ചു. എന്നാൽ അതൊരു കരടിയായിരുന്നു. രാത്രിയിൽ പഴങ്ങൾ ഭക്ഷിക്കുവാൻ വേണ്ടി വന്ന കരടിയായിരുന്നു. അതിൻ്റെ നഖങ്ങൾ അടുത്തുണ്ടായിരുന്ന പാറക്കടിയിൽ ഉരയ്ക്കുമ്പോഴുള്ള ശബ്ദമാണ് കോർബറ്റ് ഇപ്പോൾ കേട്ടത്. അവ വല്ലാതെ ആ മരത്തിൻ്റെ താഴെയും വശങ്ങളിൽ നിന്ന് ശബ്ദമുണ്ടാക്കുകയാണ്. കോർബറ്റിന് ഇപ്പോൾ സ്വസ്ഥമായി ആ മരത്തിൽ ചാരിയിരുന്ന് ഉറങ്ങുവാൻ സാധിക്കുന്നില്ല. അദ്ദേഹം ഇപ്പോൾ മനസ്സിൽ പറഞ്ഞത് ഇതായിരിക്കാം. കാടിൻ്റെ വഴികൾ അപകടം നിറഞ്ഞതായിരുന്നു. ഓരോ ചുവടും മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് യാത്ര ചെയ്ത് എത്തിയത്. മരത്തിൻ്റെ മുകളിൽ ഇരുന്നാണ് ഞാൻ ഉറങ്ങാൻ തീരുമാനിച്ചത്. അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ താഴെ കാട് ഉണരുകയായിരുന്നു. കരടിയുടെ ശബ്ദം ഭയപ്പെടുത്തുന്ന രാത്രിക്ക് അകമ്പടിയായി എൻ്റെ കാതുകളിൽ ഇപ്പോഴും പ്രകമ്പനം കൊള്ളിക്കുന്നുണ്ട്. അങ്ങനെ ഏറെ നേരത്തെ യാത്രയ്ക്കൊടുവിൽ കോർബറ്റ് ചൗഗർ ഹില്ലിൽ എത്തിച്ചേർന്നു. ഹിമാലയൻ താഴ്വരകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ ചൗഹർ ഗ്രാമം. ശാന്തമായ ഗ്രാമീണ ജീവിതം, കുന്നുകളിലെ പച്ചപ്പ്, അരുവികളുടെ കളകളാരവം എല്ലാം ചേർന്ന ഒരു സ്വപ്നഭൂമിയായിരുന്നു അത്. എന്നാൽ 1925 ഒരു കരിനിഴൽ ഈ ഗ്രാമത്തിന് മുകളിൽ വീണു. അത് പതിയെ ഒരു ഭീകര സത്വമായി മാറി. ആ നിഴൽ മറ്റൊന്നുമായിരുന്നില്ല, ചൗക്കർ കടുവകളായിരുന്നു. ഈ കടുവകൾ 1925 മുതൽ 1930 വരെ ഏകദേശം 64 പേരുടെ ജീവനാണ് എടുത്തത്. അത് ഔദ്യോഗികമായ കണക്കുകൾ മാത്രമാണ്. എന്നാൽ യഥാർത്ഥ കണക്ക് ഇതൊന്നുമായിരുന്നില്ല. അത് 100 മുതൽ 125 പേരെങ്കിലും വരും. ഭീതിയുടെ ആഴങ്ങളിലേക്ക് ആ ഗ്രാമത്തെ തള്ളിവിട്ട ഒരു കാലഘട്ടത്തിൻ്റെ തുടക്കം കൂടിയായിരുന്നു അത്. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ജിം കോർബറ്റിൻ്റെ ഒരു കഥയാണ്. ചൗക്കർ കടുവകളുടെ ഒരു വേട്ടക്കഥയാണ് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത്. അദ്ദേഹം നടത്തിയ തൻ്റെ ജീവൻ പണയം വെച്ച് നടത്തിയ സാഹസികമായ യാത്രയും അദ്ദേഹത്തിൻ്റെ അനുഭവവും ഗ്രാമീണരുടെ ദുഃഖവുമാണ് ഞാൻ ഈ കഥയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷമായിരിക്കാം നമ്മൾ ജിം കോർബറ്റിൻ്റെ ഒരു കഥ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുവാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. ചൗഹർ കുന്നുകളാൽ ചുറ്റപ്പെട്ട ഒരു കൊച്ചു ഗ്രാമം. സൂര്യൻ ഉദിച്ചുയരുമ്പോൾ ഗ്രാമവാസികൾ തങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് പോകാൻ തുടങ്ങും. സ്ത്രീകൾ കാട്ടിലേക്ക് വിറക് ശേഖരിക്കുവാനും പുരുഷന്മാർ കന്നുകാലികളെ മേയ്ക്കുവാനും കുട്ടികൾ സ്കൂളിലേക്ക് ചിരിച്ചും കളിച്ചും യാത്രയാകും. എല്ലാം ശാന്തമായിരുന്നു അതുവരെയും. എന്നാൽ ഈ ശാന്തതയ്ക്ക് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ആദ്യത്തെ ആക്രമണം നടന്നത് ഗ്രാമത്തിന് പുറത്തുള്ള വനമേഖലയിൽ വെച്ചായിരുന്നു.
ആടുകളെ മേയ്ക്കുവാൻ പോയ ഒരു ഗ്രാമീണനെ കാണാതായി. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആ ഗ്രാമീണന്റെ ശരീരം വനത്തിൽ വെച്ച് കണ്ടെടുക്കുകയായിരുന്നു. ശരീരത്തിൽ കാണപ്പെട്ട അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ അതൊരു കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ്. പിന്നെ അതൊരൊറ്റപ്പെട്ട സംഭവമായി അവിടുത്തെ ആളുകൾ കണക്കാക്കി. എന്നാൽ പോകെ കടുവയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ പെരുകി വന്നു. എന്നുവെച്ചാൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരെ, വിറക് ശേഖരിക്കുവാൻ വനത്തിലേക്ക് പോകുന്നവരെയും, എന്തിനേറെ പറയണം, ചിലർ തങ്ങളുടെ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലും ആ കടുവകൾ വന്ന് ആക്രമിച്ച പല വാർത്തകളും ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ഗ്രാമീണരുടെ ഹൃദയത്തിൽ ഭയം ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു വീശി. ഓരോ ദിവസവും പുതിയ പുതിയ ആക്രമണത്തിൻ്റെ വാർത്തകൾ അവർക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. പലപ്പോഴും അക്രമി ഒരേ കടുവ തന്നെയായിരുന്നു. സാധാരണ ഇര തേടുന്നതിൽ പരാജയപ്പെടുകയും മനുഷ്യരെ എളുപ്പമുള്ള ഇരകളായി കാണാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. പിന്നീട് ജിം കോർബറ്റ് കണ്ടെത്തിയത് അതൊരു പെൺകടുവയാണ്, ഒരു അന്മക്കടുവയാണ്. ആ പെൺകടുവയുടെ കാലിൽ ഒരു മുള്ളൻ പന്നിയുടെ മുള്ള് തറച്ചു കയറിയിരുന്നു. അങ്ങനെ കാലിൽ പരിക്ക് പറ്റിയ ആ പെൺകടുവയ്ക്ക് ഇര തേടുന്നതിലുള്ള ബുദ്ധിമുട്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് സ്വാഭാവികമായി അവന് വനത്തിൽ വേട്ടയാടുവാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണ് അവൾ മനുഷ്യരെ വേട്ടയാടുന്നതിൽ തൽപരയായത്. മനുഷ്യരെ വളരെ വേഗം കീഴ്പ്പെടുത്തുവാനും അവർക്ക് ആഹാരമാക്കുവാനും സാധിക്കുമെന്ന് അവൾ പിന്നീട് കണ്ടെത്തി. അങ്ങനെയാണ് അവൾ മനുഷ്യർക്ക് നേരെ ഇത്രയും ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത്. കടുവയുടെ ആക്രമണങ്ങൾ രാത്രി മാത്രമല്ലായിരുന്നു, പകലും നടന്നിരുന്നു. ഒരു ദിവസം ഒരാളെയെങ്കിലും കടുവ കൊന്നു തിന്നിരുന്നു. ഒരു മാസം പോലും ഇടവേള എടുക്കാതെയാണ് തുടർച്ചയായി ആ കടുവ ഗ്രാമത്തെ ഭീതിയിലാഴ്ത്തിയത്. ഗ്രാമത്തിലെ ആളുകൾ ഒറ്റപ്പെട്ട വീടുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി കൂട്ടമായി താമസിക്കുവാൻ തുടങ്ങി. കുട്ടികളെ പുറത്തിറക്കുവാൻ പോലും അവിടുത്തെ ആളുകൾ ഭയന്നു. അതുകൊണ്ട് തന്നെ സ്കൂളുകൾ പൂട്ടിയിട്ടു. ഗ്രാമത്തിലെ കൃഷിയിടങ്ങളിലേക്ക് പണികൾ ചെയ്യുവാൻ വേണ്ടി പോകുവാൻ അവിടുത്തെ ആളുകൾക്ക് ഭയമായിരുന്നു. എന്തിനേറെ പറയണം, ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക്, അതായത് തൊട്ടടുത്ത വീട്ടിലേക്ക് പോകുവാൻ പോലും അവിടുത്തെ ആളുകൾ മടിച്ചു. ചുരുക്കം പറഞ്ഞാൽ സാധാരണക്കാരുടെ ജീവിതം സ്തംഭിച്ചു. ചൗഗറിന് ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ ഭയം വ്യാപിച്ചു തുടങ്ങി. ഈ കടുവകൾക്ക് ചുറ്റുമുള്ള ജനവാസ കേന്ദ്രങ്ങളെ പറ്റിയും നല്ല അറിവായിരുന്നു ഉണ്ടായിരുന്നത്. സാധാരണഗതിയിൽ കടുവകൾക്ക് മനുഷ്യൻ്റെ സാന്നിധ്യം ലഭിച്ചു കഴിഞ്ഞാൽ അവർ കഴിവതും അവിടെ നിന്നും വേഗം ഓടിപ്പോകുവാനോ അല്ലെങ്കിൽ മാറി നടക്കുവാനോ ശ്രമിക്കും. എന്നാൽ ഈ കടുവകൾ അങ്ങനെ ആയിരുന്നില്ല. തികഞ്ഞ തന്ത്രശാലികളായിരുന്നു. മനുഷ്യൻ്റെ സാന്നിധ്യം മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയും അവരെ ലക്ഷ്യം വെക്കുകയും ചെയ്യും. ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകുന്ന ആളുകളെ അവർ ലക്ഷ്യം വെക്കുകയും അവരെ ട്രാക്ക് ചെയ്യുകയും ടെയിൽ ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞ് പറ്റിയൊരവസരം വരുമ്പോൾ അവരെ ആക്രമിച്ച് കൊലപ്പെടുത്തും. ഗ്രാമത്തിന് ചുറ്റും നടക്കുന്ന ഓരോ കൊലപാതകങ്ങളും ഗ്രാമത്തിലെ ആളുകളുടെ മനസ്സിലെ ഭീതിയുടെ ആഴം പതിയെ കൂടി വന്നു. ഒരിക്കൽ ഒരു ഗ്രാമത്തിലെ മുഖ്യൻ്റെ മകൻ അടുത്ത ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ കടുവയുടെ ആക്രമണത്തിന് ഇരയായി. അവൻ്റെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് ഗ്രാമമുഖ്യനും സംഘവും അവിടെ കൂടിയെത്തുകയും വെടിയുതിർക്കുകയും ചെയ്തു. എന്നാൽ ആ തിരക്ക് കടുവയുടെ ദേഹത്തെ മുറിവുകൾ ഏൽപ്പിക്കുവാൻ സാധിച്ചില്ല. എന്നാൽ ആ വെടിശബ്ദത്തിൽ കടുവ ഭയന്നു. അവൻ ഇരയെ ഉപേക്ഷിച്ച് ദൂരേക്ക് ഓടിയകന്നു. എന്നാൽ കടുവയ്ക്ക് ഇരയായിത്തീർന്ന ആ ചെറുപ്പക്കാരന് ആഴമേറിയ മുറിപ്പാടുകൾ തന്നെയായിരുന്നു അവൻ്റെ ശരീരത്തുണ്ടായിരുന്നത്. ആ സംഭവം കൂടി ആയപ്പോഴേക്കും ഗ്രാമത്തിലെ ആളുകൾ കൂടുതൽ ഭയത്തിലായി. ഇനി എന്ത് ചെയ്യും? ആ കടുവകൾ ഓരോരുത്തരെയായി കൊന്നു തിന്നും. ഈ ദുരന്തത്തിൽ നിന്നും ആര് ഞങ്ങളെ രക്ഷിക്കും എന്ന ചോദ്യം അവിടുത്തെ ഓരോ ഗ്രാമീണരുടെയും മനസ്സിൽ ഒരു ചോദ്യചിഹ്നം പോലെ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് അതിൻ്റെ ഭയത്തെ ഇരട്ടിയാക്കുന്ന രീതിയിൽ ഒരു സംഭവം കൂടി അവിടുത്തെ ഗ്രാമീണർ അറിഞ്ഞത്. ഇപ്പോൾ ഗ്രാമത്തിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പെൺകടുവയ്ക്ക് ഒരു കുട്ടിയുണ്ട് എന്നും അതും മാംസഭോജി, അതായത് അതും മനുഷ്യനെ വേട്ടയാടുവാൻ പഠിച്ചു കഴിഞ്ഞു എന്നുമുള്ള വാർത്തയായിരുന്നു അവരെ തേടിയെത്തിയത്. അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഭയം ഇരട്ടിച്ചു. കാരണം ഇപ്പോൾ രാക്ഷസന്മാരുടെ എണ്ണം അവരുടെ ഗ്രാമത്തിൽ കൂടിയിരിക്കുന്നു. ഇനി ആരും എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെട്ടേക്കാം. കടുവകൾക്ക് ഇരയായേക്കാം. മരണം ആ ഗ്രാമത്തെ വരിഞ്ഞു മുറുക്കുന്നത് പോലെയും തങ്ങൾക്ക് മുന്നിൽ നൃത്തം ചെയ്യുന്നത് പോലെയും ആ സമയങ്ങളിൽ അവർക്ക് തോന്നി. ചൗഗർ ഗ്രാമം നിസ്സഹായതയുടെ പടികുടിയിലായിരുന്നു. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ല. എന്നാൽ ഈ സാഹചര്യത്തിലാണ് അവർ ജിം കോർബറ്റിനെ കുറിച്ച് കേൾക്കുന്നത്. മനുഷ്യവേട്ടക്കാരായ കടുവകളെ വേട്ടയാടുന്നതിൽ പ്രശസ്തനായിരുന്നു ജിം കോർബറ്റ്. അദ്ദേഹം നിരവധി കടുവകളെയും പുള്ളിപ്പുലികളെയും വേട്ടയാടിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യരെ കൊല്ലുന്നവരെ മാത്രമായിരുന്നു അദ്ദേഹം വേട്ടയാടിയിരുന്നത്. പ്രകൃതിയോട് ആഴമായ സ്നേഹവും
വന്യജീവികളോട് അനുകമ്പയുമുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. മൃഗങ്ങൾ മനുഷ്യരെ ആക്രമിക്കുന്നത് സാധാരണ സാഹചര്യങ്ങളിലല്ലെന്നും പരിക്കോ വാർദ്ധക്യം മൂലവുമായിരിക്കാം മൃഗങ്ങൾ നരഭോജിയായി മാറുന്നതെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ചൗഗർ ഹില്ലിലെ ഗ്രാമമുഖ്യന്മാർ ജിം കോർബറ്റിനെ കാണുവാൻ വേണ്ടി സമീപിച്ചു. ഒരു ചെറിയ മീറ്റിംഗ് അവർ കൂടി. തങ്ങളുടെ ഗ്രാമത്തിൽ നടക്കുന്ന ഭീകരതയെക്കുറിച്ച് അവർ കോർബറ്റിനോട് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. മനുഷ്യജീവിതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണെന്നും ഓരോ ദിവസവും മരണങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടു വരികയാണെന്നും അവർ കോർബറ്റിനോട് പറഞ്ഞു. കോർബറ്റ് അവരുടെ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ തന്നെയാണ് കേട്ടുകൊണ്ടിരുന്നത്. ആളുകളുടെ ദുരന്തം കേട്ടപ്പോൾ കോർബറ്റ് ഉടനെ തന്നെ ചൗഗർ ഹില്ലിലേക്ക് വരാമെന്നും വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്നും അവർക്ക് ഉറപ്പ് നൽകി. പിറ്റേ ദിവസം തന്നെ കോർബറ്റ് ചൗഗർ ഹില്ലിലേക്ക് യാത്ര ചെയ്തു. അവിടേക്കുള്ള വഴി ദുർഘടകരമായ വഴിയായിരുന്നു. കാൽനടയായിട്ടായിരുന്നു അവർ അവിടേക്ക് യാത്ര ചെയ്തത്. നമ്മൾ മുന്നേ പറഞ്ഞ ഗ്രാമത്തിലെ ആളുകൾക്ക് ഇപ്പോൾ ഒരു പ്രതീക്ഷയെല്ലാം വീണിട്ടുണ്ട്. അതെല്ലാം അവരുടെ കണ്ണുകളിൽ ഒരു തിളക്കം പോലെ കാണാനാകും. ഈ മനുഷ്യന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു അവരുടെ കണ്ണുകളിൽ കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ഏറെ നേരത്തെ യാത്രയ്ക്കൊടുവിൽ കോർബറ്റ് ചൗഗർ ഹില്ലിൽ എത്തിച്ചേർന്നു. അദ്ദേഹം ആ ഗ്രാമത്തിൽ എത്തിച്ചേർന്നപ്പോൾ ഗ്രാമത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അത് കണ്ട് കോർബറ്റ് പോലും അമ്പരന്നിരുന്നു. ആളുകൾ ഭയന്ന് തങ്ങളുടെ വീടുകളിൽ തന്നെ ഒതുങ്ങിയിരുന്നു. അതിനാൽ തന്നെ തെരുവുകൾ വിജനമായിരുന്നു. കോർബറ്റ് അവിടെ എത്തിയ ഉടനെ തന്നെ തൻ്റെ ജോലി ആരംഭിച്ചു. അദ്ദേഹം ഗ്രാമത്തിലെ ആളുകളെ വിളിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു. കടുവയുടെ ആക്രമണത്തെപ്പറ്റിയും അവയുടെ നീക്കങ്ങളെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിച്ചു. കൂടുതലായും കോർബറ്റിന് അറിയേണ്ടിയിരുന്നത് ഇതായിരുന്നു: കടുവകൾ എങ്ങനെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്, ആക്രമണത്തിന് ശേഷം അവ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്. ഈ വിവരങ്ങളൊക്കെയായിരുന്നു കോർബറ്റ് ശേഖരിച്ചത്. അങ്ങനെ വിവരങ്ങളെല്ലാം ശേഖരിച്ചു നിൽക്കുന്ന കൂട്ടത്തിലാണ് ഗ്രാമത്തിലെ ഒരു വീടിന് മുന്നിൽ ഒരു ചെറിയ ജനക്കൂട്ടം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് മറ്റാരുടെയും ആയിരുന്നില്ല, കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു കുട്ടിയുടെ വീടായിരുന്നു അത്. അദ്ദേഹം അവിടേക്ക് ചെന്നു. അവിടെ അദ്ദേഹത്തിന് കാണാനായത് ആ കുട്ടിയുടെ, അതായത് മരിച്ച കുട്ടിയുടെ അമ്മ അലമുറയിട്ട് കരയുന്നതും അതിൻ്റെ അടുത്ത് തന്നെ ഒരു വൃദ്ധയായ സ്ത്രീ ഇരിക്കുന്നതുമായിരുന്നു. ഭീകരമായ കാഴ്ചയായിരുന്നു. അത് കോർബറ്റിന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചു. മനുഷ്യവേട്ടക്കാരായ കടുവകളെ വേട്ടയാടുന്നതിനുള്ള തൻ്റെ ദൃഢനിശ്ചയത്തിന് അത് കൂടുതൽ ശക്തിയേകി. പിന്നെ ജിം കോർബറ്റ് അവിടെ നിന്നും മടങ്ങി ബംഗ്ലാവിലേക്ക് പോയി. തനിക്ക് താമസ സൗകര്യം ഒരുക്കിയിട്ടിരിക്കുന്ന ആ ബംഗ്ലാവിലേക്ക്. കോർബറ്റ് അവിടേക്ക് എത്തിയ ആദ്യ 10 ദിവസങ്ങളിൽ കോർബറ്റ് കാൽപ്പാടുകളെ പിന്തുടർന്നു പോകുകയും കെണികൾ സ്ഥാപിക്കുകയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ കടുവകളെ കണ്ടെത്താൻ മാത്രം അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കടുവകൾ വളരെ തന്ത്രശാലികളായിരുന്നു. മനുഷ്യന്റെ സാമീപ്യം എപ്പോഴും അവർ തിരിച്ചറിഞ്ഞിരുന്നു. കോർബറ്റിന് പലപ്പോഴും ഒരു തോന്നൽ പോലും ഉണ്ടായി, ഒരുപക്ഷെ ആ കടുവകൾ തന്നെ നിരീക്ഷിക്കുന്നുണ്ടോ എന്ന ഒരു തോന്നൽ. ഈ തോന്നൽ കോർബറ്റിനെ വളരെയേറെ ജാഗ്രതയുള്ളവനാക്കി മാറ്റി. കോർബറ്റ് ചൗഗർ ഹില്ലിൽ എത്തിയ ശേഷവും തുടക്കകാലങ്ങളിൽ കടുവയെ പിടിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിൽ പോലും ഗ്രാമത്തിലെ ആളുകൾക്കുള്ളിൽ ഒരു പ്രതീക്ഷ ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ ആ കടുവകൾ തങ്ങളുടെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. കോർബറ്റ് അവിടെ ഉള്ള സമയത്ത് തന്നെയാണ് ഒരു കടുവ ഒരു ഗ്രാമീണനെ കൊന്നത്. ആ സംഭവം കോർബറ്റിനെ വല്ലാത്ത നിരാശയിലേക്ക് തള്ളിയിട്ടു. ആ മനുഷ്യവേട്ട നടന്നത് വലിയ ദൂരെയൊന്നുമല്ലായിരുന്നു. കോർബറ്റ് നിന്നിരുന്ന ഗ്രാമത്തിൽ നിന്നും തൊട്ടടുത്ത് തന്നെയാണ്. അതും പകൽ വെളിച്ചത്തിലായിരുന്നു ആക്രമണം നടന്നത്. പിന്നീട് കടുവയുടെ ആക്രമണം ഉണ്ടായത് ഒരു വൃദ്ധയായ സ്ത്രീയുടെയും ഒരു 8 വയസ്സുകാരൻ്റെയും നേരെയായിരുന്നു. ഒരു ദിവസം വൃദ്ധയായ സ്ത്രീയും അവരുടെ 8 വയസ്സുള്ള കൊച്ചുമകനും വനത്തിൽ കാലികളെ മേയ്ക്കാൻ പോയതായിരുന്നു. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു കടുവ അവർക്ക് മുന്നിലേക്ക് കടന്നു വന്നു. വൃദ്ധയായ സ്ത്രീയെ ആ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തി. എന്നിട്ടും അവളുടെ കലി അടങ്ങിയില്ല. പിന്നെ ആ കടുവ തിരിഞ്ഞത് 8 വയസ്സുള്ള കുട്ടിക്ക് നേരെയായിരുന്നു. അവന്റെ കയ്യിൽ കടുവ കടിച്ചു. കടിക്കുക മാത്രമല്ല, വലിച്ചിഴച്ചുകൊണ്ട് വനത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുവാനും ഒരു ശ്രമം നടത്തി. വേദനയാൽ ആ കുട്ടി ഉച്ചത്തിൽ നിലവിളിച്ചു. അവന്റെ നിലവിളി കേട്ടുകൊണ്ടായിരിക്കണം അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ അവിടേക്ക് ഓടിയെത്തിയത്. കമ്പുകളും കല്ലുകളുമായി അവിടേക്ക് ഓടിയെത്തിയ ആളുകൾ ആ കടുവയ്ക്ക് നേരെ അതെല്ലാം വലിച്ചെറിഞ്ഞു. രോഷാകുലരായി അവിടേക്കെത്തിയ ആളുകളെ കണ്ടുകൊണ്ട്, അവരുടെ ആക്രമണത്തിൽ ഭയന്നുകൊണ്ട്, കുട്ടിയെ കൊണ്ടുപോകുവാൻ കഴിയില്ല എന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കാം ആ കടുവ അങ്ങനെ ചെയ്തത്. അവളുടെ വായിൽ കടിച്ചു വെച്ചിരുന്ന ആ കുട്ടിയുടെ കൈ വലിച്ചു പറിച്ചെടുത്തു. അതിനുശേഷം ആ കൈ കൊണ്ട് വനത്തിനുള്ളിലേക്ക് ഓടി മറയുകയായിരുന്നു. വേദനയാൽ ആ കുട്ടി ഉച്ചത്തിൽ നിലവിളിച്ചു, കരഞ്ഞു. അവന്റെ രക്തം കൈകളിൽ നിന്നും താഴേക്ക് പ്രവഹിച്ചു. ഗ്രാമത്തിലെ ആളുകൾ ഓടിയെത്തി അവനെ പൊതിഞ്ഞെടുത്തു ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി.
എന്നാൽ ആ കുട്ടിക്ക് അവൻ്റെ ഒരു കൈ നഷ്ടമായി കഴിഞ്ഞിരുന്നു. ഈ വാർത്ത വളരെ വേഗം തന്നെ കോർബറ്റിൻ്റെ കാതുകളിലേക്ക് കിട്ടി. അദ്ദേഹം ഉടനെ തന്നെ സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. കുട്ടി അപ്പോഴേക്കും ചോരയിൽ കുളിച്ച് വേദന കൊണ്ട് പുളയുകയായിരുന്നു. കോർബറ്റ് ഉടനെ തന്നെ പ്രാഥമിക ശുശ്രൂഷ അവന് നൽകി. കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാൻ അവരെ സഹായിക്കുകയും ചെയ്തു. ഈ സംഭവം കോർബറ്റിൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞതിൽ ആശ്വാസം തോന്നിയെങ്കിലും കടുവ ചെയ്ത ക്രൂരത അദ്ദേഹത്തെ വല്ലാതെ വേട്ടയാടി. കടുവകൾ വളരെ വേഗം സഞ്ചരിക്കുന്നവരാണ്. സംഭവം നടന്ന സ്ഥലത്ത് നിന്നും കോർബറ്റ് കാൽപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് വനത്തിനുള്ളിലേക്ക് പോയിയെങ്കിലും കടുവകളെ കണ്ടുപിടിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. കാരണം പലപ്പോഴും അവരുടെ ട്രാക്കുകൾ മറച്ചു വയ്ക്കുവാൻ അവർ വിരുത് കാട്ടിയിരുന്നു. മനുഷ്യരുടെ സാന്നിധ്യം, അതായത് മനുഷ്യരെയാണ് ഇപ്പോൾ വേട്ടയാടുന്നത്. ഉറപ്പായും കടുവകളെ തേടി മനുഷ്യർ വരുമെന്ന് അവർക്കറിയാമായിരിക്കും. അതുകൊണ്ട് തന്നെ തികഞ്ഞ ജാഗ്രതയിലാണ് നരഭോജിയായ കടുവകൾ അതുവഴി സഞ്ചരിച്ചു കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ വിഹരിച്ചു കൊണ്ടിരുന്നത്. രാത്രികാലങ്ങളിലാണ് ഇവ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ കോർബറ്റ് പല കെണികളും ഒരുക്കി ആ കടുവയ്ക്ക് വേണ്ടി കാത്തിരുന്നു. കോർബറ്റ് ഇങ്ങനെ കൂടി പറഞ്ഞിരുന്നു, കെണി വയ്ക്കുവാനുള്ള സമയം പോലും ആ കടുവകൾ തനിക്ക് തന്നിരുന്നില്ല. അതിന് മുന്നേ തന്നെ അടുത്ത ആക്രമണം ആ കടുവകൾ നടത്തും. മറ്റൊരു സംഭവം ഉണ്ടായത് ഇതായിരുന്നു. ഒരിക്കൽ ചൗഗർ ഹില്ലിലെ ഒരു കച്ചവടക്കാരൻ രാത്രിയിൽ തൻ്റെ കച്ചവടങ്ങളെല്ലാം കഴിഞ്ഞുകൊണ്ട് അടുത്ത ഗ്രാമത്തിൽ നിന്നും തിരികെ തൻ്റെ ഗ്രാമത്തിലേക്ക് വരികയായിരുന്നു. രാത്രി ഏറെ വൈകിയിരുന്നു. ഗ്രാമത്തോട് ചേർന്ന് കടന്നു പോകുന്ന വനപാതയിലൂടെ അയാൾ തൻ്റെ ഗ്രാമം ലക്ഷ്യമാക്കി നടന്നു വരികയായിരുന്നു. എവിടെ നിന്നോ ആ കടുവ അയാൾക്ക് മുന്നിലേക്ക് ചാടിയെത്തി. അയാളെ ആക്രമിച്ചു. അയാളുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടാണ് അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ അവിടെ കൂടിയെത്തിയത്. എന്നാൽ ഗ്രാമത്തിലെ ആളുകൾ അവിടെ കൂടിയെത്തിയപ്പോഴേക്കും ആ കടുവ അയാളെ കടിച്ചെടുത്തുകൊണ്ട് ഗ്രാമത്തിനുള്ളിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. അവിടെയെല്ലാം അവർ ആ സമയം പരിധി നോക്കിയെങ്കിലും അയാളെയോ ആ കടുവയോ കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല. രക്തത്തുള്ളികളും കാലടയാളങ്ങളും ചീന്തിയ തുണിയുടെ പീസുകളും മറ്റുമായിരുന്നു അവിടെ കിടന്നിരുന്നത്. പിറ്റേന്ന് രാവിലെയാണ് ആളുകൾ വിശദമായി പരിശോധിച്ചത്. അങ്ങനെ അവരുടെ പരിശോധനയിൽ അവർ കണ്ടെത്തി, സംഭവം നടന്ന സ്ഥലത്ത് നിന്നും കുറച്ച് അകലെയായി വനത്തിനുള്ളിൽ അയാളുടെ പാതി ആഹരിക്കപ്പെട്ട ശരീരം കിടക്കുന്നത്. ഇത്രയധികം സംഭവങ്ങൾ അവരുടെ ഗ്രാമത്തിന് ചുറ്റും നടന്നതോടെ അവിടുത്തെ ഗ്രാമീണർ ആകെ ഭയന്നു. സ്വന്തം വീടുകളിൽ പോലും കഴിയുവാൻ അവർ ഭയപ്പെട്ടു. അതിനാൽ തന്നെ പലപ്പോഴും ആളുകൾ അടുത്തുള്ള വലിയ മരങ്ങൾക്ക് മുകളിലൊക്കെ ആയിരുന്നു കിടന്നുറങ്ങിയിരുന്നതും ഇരുന്നതും വിശ്രമിച്ചിരുന്നതുമെല്ലാം. ഇത്രയും ഭയാനകമായ സാഹചര്യങ്ങളിലൂടെ ആയിരുന്നു അവിടുത്തെ ഗ്രാമീണർ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഈ വെല്ലുവിളികൾക്കിടയിലും കോർബറ്റിൻ്റെ പ്രതീക്ഷ കൈവിട്ടില്ല. അദ്ദേഹം കടുവകളുടെ ചലനങ്ങൾ സൂക്ഷ്മമായി പഠിച്ചു. അവരുടെ പാതകൾ, ആക്രമണ രീതികൾ, ആളുകളുടെ പ്രതികരണങ്ങൾ എന്നിവ അദ്ദേഹം മനസ്സിലാക്കി. കടുവകൾ സ്ഥിരമായി വെള്ളം കുടിക്കുവാൻ വരാറുള്ള പാതകൾ, ചില സ്ഥലങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി. ഇത് അയാളെ അടുത്ത നീക്കത്തിലേക്ക് ആസൂത്രണം ചെയ്യുവാൻ സഹായിച്ചു. ചൗഗർ ഹില്ലിലെ കടുവകൾ തന്ത്രശാലികളായിരുന്നു. പ്രത്യേകിച്ച് ആ അമ്മ കടുവ വിശ്വസിക്കുവാൻ കഴിയുന്ന അത്രയും തന്ത്രശാലിയായിരുന്നു. കോർബറ്റ് ആ കടുവകളെ പിടിക്കുവാൻ വേണ്ടി പല കെണികളും അവ വരാനിടയുള്ള സ്ഥലങ്ങളിലെല്ലാം വെച്ചിരുന്നു. തന്ത്രപരമായി ആ കടുവകൾ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു. മനുഷ്യ സാന്നിധ്യം അവർ വേഗത്തിൽ തിരിച്ചറിയും. കെണികൾ ഒഴിവാക്കി പുതിയ പാതകൾ സ്വീകരിക്കുവാൻ അവർ തയ്യാറാകും. ഇത് കോർബറ്റിനും മനസ്സിലായി. അദ്ദേഹത്തിന് ഇത് ചില്ലറ വെല്ലുവിളികളൊന്നും ആയിരുന്നില്ല ഉണ്ടാക്കിയിരുന്നത്. അതിനാൽ തന്നെ പതിയെ കോർബറ്റും തൻ്റെ തന്ത്രങ്ങൾ മാറ്റാൻ തുടങ്ങി. കടുവകളെ പിടിക്കുവാൻ വേണ്ടി കോർബറ്റ് കെണിയായി ഒരുക്കിയത് ആടുകളെയും എരുമകളെയും ആയിരുന്നു. ഈ മൃഗങ്ങളെ കടുവ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കെട്ടിയിടും. എന്നിരുന്നാലും കടുവകൾക്ക് മനുഷ്യൻ്റെ മണം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അവ ഇതൊഴിവാക്കി മറ്റ് പാത സ്വീകരിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ കോർബറ്റ് വളരെ സൂക്ഷിച്ച് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തത്. മനുഷ്യൻ്റെ മണം ഒട്ടും അവിടെ അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അദ്ദേഹം അവിടെ നിന്നും മാറുന്നത്. പിന്നീട് ആ കെണിയിലേക്ക് കടുവ വരുന്നത് കാത്തുള്ള കാത്തിരിപ്പാണ്. കോർബറ്റ് കണ്ടെത്തുന്ന ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മുകളിൽ മച്ചാൻ കിട്ടും. ദിവസങ്ങളോളം ആ മച്ചാനിൽ ആ കടുവയ്ക്ക് വേണ്ടി കാത്തിരിക്കും. ഒറ്റയ്ക്കാണ് അദ്ദേഹം മച്ചാനിലിരിക്കുന്നത്, കടുവയുടെ വരവിന് വേണ്ടി. കാട് അപ്പോൾ തികഞ്ഞ നിശബ്ദതയിലായിരിക്കും. തൻ്റെ ശ്രദ്ധ മുഴുവൻ കടുവയുടെ ശബ്ദത്തിന് വേണ്ടി കാതോത്തു നിൽക്കുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ഒരു ഇരയനക്കം പോലും അദ്ദേഹത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കും. രാത്രിയുടെ തണുപ്പും ദൂരെ നിന്നും ഉയർന്നു കേൾക്കുന്ന കുറുക്കന്മാരുടെ ഊഴിടൽ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭയം ജനിപ്പിച്ചിട്ടുണ്ട്. കടുവയ്ക്ക് വേണ്ടി ഇങ്ങനെ രാത്രിയിൽ കാത്തിരിക്കുന്നത് ഒരുതരം മാനസികമായ മരവിപ്പാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിലും അതൊന്നും വകവയ്ക്കാതെ കോർബറ്റ് ആ കടുവകൾക്ക് വേണ്ടി അവിടെ കാത്തിരുന്നു.
അങ്ങനെ ഇരിക്കുമ്പോൾ കോർബറ്റിനെ തേടി മറ്റൊരു വാർത്ത കൂടി എത്തി. ഗ്രാമത്തിൻ്റെ അടുത്തുള്ള കൃഷിയിടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ചാളുകൾ. അപ്രതീക്ഷിതമായി അവർക്ക് മുന്നിലേക്ക് ഒരു കടുവ കടന്നു വന്നു. കടന്നു വരിക കൂടി മാത്രമല്ല, അവർക്കിടയിൽ നിന്നും ഒരു സ്ത്രീയെ ആ കടുവ ആക്രമിക്കുകയും ചെയ്തു. ആ നടുങ്ങുന്ന കാഴ്ച കണ്ട് ആളുകൾ നാലുപാടും ചിതറി അലറിക്കൊണ്ടുകൂടി. കടുവ ഇരയെ വലിച്ചിഴിച്ചുകൊണ്ട് വയലിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. ഈ വിവരം അപ്പോൾ തന്നെ കോർബറ്റ് അറിഞ്ഞു. തൽക്ഷണം തന്നെ കോർബറ്റ് സംഭവം നടന്ന സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. ആ വയലിനുള്ളിലേക്കാണ് കൊണ്ടുപോയതെന്നും അവിടെ തന്നെ കടുവയുണ്ടെന്നും ആളുകൾ പറയുന്നത് കോർബറ്റ് കേട്ടിരുന്നു. കോർബറ്റിന് ഇപ്പോൾ ശരീരം കടക്കുന്നത് കാണാൻ പറ്റും. എന്നാൽ കടുവ അവിടെ ഉണ്ടായിരുന്നില്ല. രാത്രിയിൽ കടുവ എപ്പോഴെങ്കിലും തൻ്റെ ഇരയിലേക്ക് മടങ്ങി വരുമെന്ന് കോർബറ്റിന് അറിയാമായിരുന്നു. അങ്ങനെ മടങ്ങി വരികയാണെങ്കിൽ അവനെ കൊല്ലാം, അല്ലെങ്കിൽ ആ കടുവകളെ കൊല്ലാം എന്ന് കരുതി കോർബറ്റ് അടുത്തുണ്ടായിരുന്ന ഒരു വലിയ മരത്തിൻ്റെ മുകളിലേക്ക് കയറുകയും അവിടെ ഒരു മച്ചാൻ നിർമ്മിക്കുകയും ചെയ്തു. അന്നത്തെ രാത്രിയിൽ അവിടെ കാത്തിരിക്കാമെന്നും കടുവ വരുമ്പോൾ അതിനെ കൊല്ലാമെന്നും തീരുമാനിച്ചുകൊണ്ടായിരുന്നു കോർബറ്റ് ഇരുന്നത്. എന്നാൽ രാത്രി എത്ര വൈകിയിട്ടും കടുവകൾ മാത്രം അവിടേക്ക് എത്തിയില്ല. അതിന് കാരണം എന്താണെന്ന് കോർബറ്റിന് മനസ്സിലായില്ല. ഒരു പക്ഷേ മനുഷ്യൻ്റെ മണം ആ കടുവകൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഞാൻ മച്ചാൻ കെട്ടി ഇവിടെ കാത്തിരിക്കുന്നത് അവ കണ്ടിരിക്കാം. നേരം പുലരുവോളം അദ്ദേഹം കടുവകൾക്ക് വേണ്ടി അവിടെ കാത്തിരുന്നു. എന്നാൽ യാതൊരു ഫലവും ഉണ്ടായില്ല. നേരം പുലർന്നതോടെ അദ്ദേഹം മച്ചാനിൽ നിന്നും ഇറങ്ങി നിരാശയോടെ ഗ്രാമത്തിലേക്ക് മടങ്ങി. പിന്നീട് കോർബറ്റ് തീരുമാനിച്ചത് കടുവയുടെ കാലടയാളങ്ങൾ പിന്തുടർന്നുകൊണ്ട് അവയെ പിന്തുടർന്നു പോയി വേട്ടയാടാം എന്നായിരുന്നു. അദ്ദേഹം തൻ്റെ റൈഫിലും എടുത്തുകൊണ്ട് ഗ്രാമത്തിൻ്റെ സമീപത്തു നിന്നും തുടങ്ങുന്ന ആ കടുവയുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട്, അതായത് ഗ്രാമത്തിൻ്റെ സമീപത്ത് പുതുതായി രൂപപ്പെട്ട കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹം കടുവയ്ക്ക് പിന്നാലെ സഞ്ചരിച്ചു. സഞ്ചരിക്കുമ്പോഴും അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇത് തികഞ്ഞ അപകടകരമായ ഒരു കാര്യമാണെന്ന്. കാരണം താനിപ്പോൾ തേടിപ്പോകുന്നത് നരഭോജിയായ കടുവകളെയാണ്. അത് പോകുന്ന വഴിയിൽ എവിടെ വേണമെങ്കിലും മറഞ്ഞിരിക്കാം. തൻ്റെ വരവ് അതറിഞ്ഞിരിക്കാം. എവിടുന്ന് വേണമെങ്കിലും തനിക്ക് നേരെ അത് ആക്രമണങ്ങൾ അഴിച്ചു വിട്ടേക്കാം. എന്നാൽ ഈ ട്രാക്ക് പിന്തുടർന്ന് പോകുക എന്നത് വളരെ പ്രയാസമേറിയ കാര്യമായിരുന്നു. കാരണം ട്രാക്കുകൾ കടന്നു പോകുന്നത് കുറ്റിക്കാടുകൾക്കിടയിലൂടെയും വയലുകൾക്കിടയിലൂടെയും പാറക്കല്ലിന് സമീപ പ്രദേശങ്ങളിലൂടെയും എല്ലാമാണ്. നിരന്തരമായി അദ്ദേഹം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഈ ട്രാക്കുകൾ പിന്തുടർന്നുകൊണ്ട് കടുവയെ അന്വേഷിച്ച് വനങ്ങൾ മുഴുവൻ കറങ്ങി നടന്നത്. അങ്ങനെ ഒരിക്കൽ ഒരു കാലടയാളം പിന്തുടർന്നുകൊണ്ട് കോർബറ്റ് എത്തിപ്പെട്ടത് നിബിഡമായ വനത്തിനുള്ളിലാണ്. അവിടെ എത്തിയപ്പോഴേക്കും കാൽപ്പാട് അവസാനിച്ചു. കോർബറ്റിൻ്റെ മനസ്സിൽ ഭയം ഇരച്ചു കയറി. കടുവ ഇവിടെ എവിടെ വേണമെങ്കിലും മറഞ്ഞിരിക്കാം. എവിടുന്ന് വേണമെങ്കിലും ആക്രമണം അഴിച്ചുവിട്ടേക്കാം. ഗ്രാമത്തിലെ ആളുകൾ പറഞ്ഞ കഥകളും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് അപ്പോൾ പതിയെ കടന്നു വരുവാൻ തുടങ്ങി. എന്നാൽ കോർബറ്റ് ചിന്തിച്ചതുപോലെ ഒന്നും അന്ന് അവിടെ നടന്നിരുന്നില്ല. എവിടെ നിന്നും കടുവ തന്നെ ആക്രമിച്ചിരുന്നില്ല. ആ കടുവ മറ്റെവിടേക്കോ പോയി മറഞ്ഞിരിക്കുകയാണ്. കാരണം കടുവയ്ക്ക് മറഞ്ഞിരിക്കുവാൻ പറ്റിയ സ്ഥലങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. നിരന്തരമായ പിന്തുടരലുകളും നിരീക്ഷണങ്ങളും കോർബറ്റിന് കടുവകളെക്കുറിച്ചുള്ള കൂടുതൽ ഉൾക്കാഴ്ച നൽകി. അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി. അമ്മ കടുവയ്ക്ക് ഒരു പരിക്ക് കാരണം സാധാരണ വേട്ടയാടാൻ കഴിയാത്തത് കൊണ്ടാണ് മനുഷ്യരെ ആശ്രയിക്കുന്നത്. ഈ തിരിച്ചറിവ് കടുവയോടുള്ള കോർബറ്റിൻ്റെ സമീപനം തന്നെ മാറ്റി. ഇത് ക്രൂരനായ കൊലപാതകിയായ ഒരു കടുവയായിരുന്നില്ല, മറിച്ച് അതിജീവനത്തിന് വേണ്ടി പോരാടുന്ന ഒരു ജീവിയായിരുന്നു. എന്നാൽ ഈ അറിവ് അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിൽ നിന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചില്ല. ആളുകളുടെ ജീവൻ രക്ഷിക്കുക എന്നതിന് തന്നെയായിരുന്നു അദ്ദേഹം മുൻഗണന നൽകിയിരുന്നത്. ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. കോർബറ്റിൻ്റെ ക്ഷമയുടെ നെല്ലിപ്പല ഇളകി. അവസാനം കടുവ എവിടെയുണ്ടെന്ന വിവരം അദ്ദേഹത്തിന് കിട്ടി. ഇപ്പോൾ അദ്ദേഹം അവിടേക്ക് പോകുകയാണ്. ചോക്കർ ഗ്രാമത്തിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെ ഒരു മലമടക്കിലൂടെയാണ് ഇപ്പോൾ അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു കൊടും വനമുണ്ടായിരുന്നു. അവിടെയുള്ള ഒരു വലിയ പുഴയുടെ അരികിലേക്കാണ് ഇപ്പോൾ കോർബറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണമാക്കിയ സംഭവം ഇതാണ്. ഒരു പശുവിനെ കടുവ കൊന്നുവെന്ന വാർത്ത കോർബറ്റിന് ലഭിച്ചിരുന്നു. കോർബറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ സ്ഥലത്തേക്കാണ്. കടുവ തൻ്റെ ഇരയെ ഭക്ഷിച്ചതിന് ശേഷം വെള്ളം കുടിക്കുവാൻ വേണ്ടി അടുത്തുള്ള ആ പുഴയുടെ അരികിലേക്ക് വരുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അങ്ങനെ പുഴയുടെ അരികിലേക്ക് വരികയാണെങ്കിൽ ആ കടുവയെ കൊല്ലുവാൻ സാധിക്കും. അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കോർബറ്റ് ഇപ്പോൾ അവിടേക്ക് എത്തിയിരിക്കുന്നത്. ആ പുഴയുടെ അരികിലുള്ള ഒരു വലിയ മരത്തിൻ്റെ പിന്നിലേക്ക് കോർബറ്റ് മറഞ്ഞിരുന്നു. മണിക്കൂറുകളോളം കോർബറ്റ് അവിടെ കാത്തിരുന്നു. കാടിൻ്റെ നിശബ്ദത അദ്ദേഹത്തിൻ്റെ ചെവിയിലേക്ക് തുളച്ച് കയറി. കാറ്റിൻ്റെ നേർത്ത ഇലയനക്കം പോലും ഒരു കടുവയുടെ ചുവടുകളായി അദ്ദേഹത്തിന് തോന്നി. സൂര്യൻ പതിയെ അസ്തമിച്ചു.
ഇരുട്ട് പതിയെ ആ വനത്തിലേക്ക് പടർന്നു തുടങ്ങി. കടുവയുടെ വരവിനായി അദ്ദേഹം ക്ഷമയോടെ ആ മരത്തിന് പിന്നിൽ കാത്തിരുന്നു. ദൂരെ നിന്നും പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദം അദ്ദേഹത്തിന് കേൾക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു നിഴലനക്കത്തിന്റെ ഒരു സൂചന കോർബറ്റ് കണ്ടു. അതെ, ഒരു വലിയ കടുവ പതിയെ പതിയെ അരുവിയിലേക്ക് നടന്നു വരികയാണ്. അത് മറ്റാരും ആയിരുന്നില്ല, ആ അമ്മ കടുവ തന്നെയായിരുന്നു. കോർബറ്റിന്റെ ഹൃദയമെടുപ്പ് വല്ലാതെ കൂടി. കടുവ വെള്ളം കുടിക്കുവാൻ വേണ്ടി ആ അരുവിയിലേക്ക് കുഞ്ഞ സമയം തന്നെ മരത്തിന് പിന്നിൽ നിന്നും കോർബറ്റ് പുറത്തേക്ക് വരികയും ആ കടുവയ്ക്ക് നേരെ തന്റെ തോക്ക് ചൂണ്ടുകയും ചെയ്തു. ആ നിമിഷം തന്നെയാണ് കടുവ പതുക്കെ തലയുയർത്തി ആ കോർബറ്റിന് നേരെ നോക്കിയത്. കോർബറ്റ് അപ്പോൾ കണ്ടതാണ് ആ കടുവയുടെ കണ്ണുകളിൽ ഒരുതരം അപകടം മണക്കുന്ന നോട്ടം. അതെ, ഇപ്പോൾ കടുവ തന്നെ ആക്രമിക്കുവാൻ വേണ്ടി കോപ്പ് കൂട്ടുകയാണ്. ഒട്ടും ചിന്തിച്ചു നിൽക്കുവാൻ സമയമുണ്ടായിരുന്നില്ല കോർബറ്റിന് മുന്നിൽ. തന്റെ തോക്കിന്റെ കുഴൽ ഇപ്പോൾ ചൂണ്ടി നിൽക്കുന്നത് ആ കടുവയുടെ തലയിലേക്ക് തന്നെയാണ്. ഒരു നിമിഷം പോലും പിന്നെ അമാന്തിച്ചില്ല. കോർബറ്റിന്റെ വിരൽ കാഞ്ചിയിന്മേൽ അമർന്നു. വെടി തന്റെ തോക്കിൽ നിന്നും പാഞ്ഞു. കാട്ടിൽ ഒരു ഇടിമുഴക്കമുണ്ടായി. കടുവയൊന്നും പിടയ്ക്ക് പോലും ചെയ്യാതെ നിലം പരിശായി. അതെ, ആ അമ്മ കടുവ മരിച്ചിരിക്കുന്നു. ചൗവർ ഗ്രാമത്തിലെ ഭയം വിധിച്ച ആ അമ്മ കടുവ ഇപ്പോൾ ചത്തുമലച്ചു, അരുവിക്കരികിലേക്ക് വീണു. അല്പസമയം കോർബറ്റ് അവിടെ തന്നെ നിന്നു. അതിന്റെ ജീവൻ പൂർണ്ണമായും പോയതിന് ശേഷമാണ് കോർബറ്റ് അതിന്റെ അരികിലേക്ക് പതിയെ നടന്നു ചെന്നത്. ചുറ്റുപാടും നിരീക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടേക്ക് നടന്നു ചെന്നത്. കാരണം അതിന്റെ കൂടെ മറ്റൊരു കടുവ കൂടി ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നില്ലേ. അതിന്റെ സാന്നിധ്യം അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ച ശേഷമാണ് കോർബറ്റ് അരികിലേക്ക് നടന്നു ചെന്നത്. കടുവ ഇപ്പോൾ കിടക്കുന്നത് അരുവിയുടെ തീരത്താണ്. കോർബറ്റ് പതിയെ ആ കടുവയ്ക്ക് അരികിലേക്ക് നടന്നു ചെന്നു. അതിനെ ഒന്ന് നോക്കി, ചുറ്റുപാടും ഒന്ന് നടന്നു. അതിൻ്റെ മുൻകാലുകളിലാണ് നമ്മൾ മുന്നേ പറഞ്ഞ ആ മുള്ളൻ പന്നിയുടെ മുള്ള് തറച്ച് കയറിയിരിക്കുന്നത്. ആ അപകടം കൊണ്ട് മാത്രമാണ് ഈ കടുവ നരഭോജിയായി മാറിയത്. നമ്മൾ മുന്നേ തൊട്ട് ഇത് പറയുന്നതാണ്. കോർബറ്റിന്റെ നിരീക്ഷണങ്ങൾ കറക്റ്റായിരുന്നു. ഈ അപകടം മൂലമാണ് ഈ കടുവ നരഭോജിയായി തീർന്നത്. വളരെ വേഗം തന്നെയാണ് ഒരു കാട്ടുതീ പോലെ ചൗവർ ഗ്രാമത്തിലെ ആ പെൺകടുവ മരിച്ച വിവരം ആ ഗ്രാമങ്ങളിൽ അലയടിച്ചത്. ആളുകൾക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ഭയത്തിൽ നിന്നും ഇപ്പോൾ തങ്ങൾ മോചിതരായിരിക്കുന്നു. അവർ ആഹ്ലാദ നൃത്തത്തിൽ മുഴങ്ങി. എല്ലാവരും കോർബറ്റിന്റെ അടുത്തേക്ക് ഓടി വന്നു. അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞു, അദ്ദേഹത്തെ പ്രശംസിച്ചു. ചോഗർ ഗ്രാമത്തിൽ ഒരു വലിയ ആഘോഷം തന്നെയായിരുന്നു അന്ന് അരങ്ങേറിയത്. എല്ലാവരുടെയും മനസ്സിൽ നിന്നും ഒരു വലിയ ഭയത്തിന്റെ ഭാരം തന്നെയായിരുന്നു അന്നത്തെ ദിവസം ഒഴിഞ്ഞു പോയത്. എന്നാൽ ആ ഗ്രാമത്തിൽ വീണ കരിനിഴൽ പൂർണ്ണമായും ഒഴിഞ്ഞു മാറിയിരുന്നില്ല. തള്ളക്കടുവ മരിച്ചുവെങ്കിലും ചോഗർ ഗ്രാമത്തിലെ ഭീതി പൂർണ്ണമായും മാറിയിരുന്നില്ല. തന്നെക്കാൾ വലിയൊരു ഭയങ്കരമായ ഒരു നരഭോജിയെ സൃഷ്ടിച്ചതിന് ശേഷമാണ് അമ്മക്കടുവ ഭൂമിയിൽ നിന്നും ഒഴിഞ്ഞു പോയതെന്ന് അവിടുത്തെ ആളുകൾ മനസ്സിലാക്കിയിരുന്നില്ല. അമ്മയോടൊപ്പം മനുഷ്യരെ വേട്ടയാടി പഠിച്ചതാണ് ആ കടുവക്കുട്ടി. അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അമ്മയുടെ മരണശേഷം കുട്ടി തനിച്ചായി. അതിജീവനത്തിനായി അത് മനുഷ്യരെ ആക്രമിക്കുന്നത് തുടർന്നു. ഒരു പ്രത്യേകതയുണ്ട് ഈ കടുവക്കുട്ടിക്ക്. വളരെ വേഗത്തിലാണ് ഇത് ആക്രമിക്കുന്നത്. പിന്നെ മനുഷ്യരെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നതിൽ ഒരു പ്രത്യേക തന്ത്രവും ആ കടുവയ്ക്കുണ്ടായിരുന്നു. ആളുകളിലേക്ക് വീണ്ടും ഭയം പടരുവാൻ തുടങ്ങി. ഈ വിവരമെല്ലാം കോർബറ്റിനും അറിയാമായിരുന്നു. അമ്മ കടുവ മരിച്ചുവെങ്കിലും കുട്ടി ഒരു വലിയ ഭീഷണിയായി തീരുമെന്നും തൻ്റെ ദൗത്യം ഇനിയും പൂർണ്ണമായില്ല എന്നും കോർബറ്റ് മനസ്സിലാക്കി. എന്നാൽ കോർബറ്റിന് വെല്ലുവിളിയായത് ഇതായിരുന്നു. ആ കടുവ ചെറുതാണ്, തൻ്റെ അമ്മയേക്കാൾ പ്രായം കുറവാണ്, വേഗത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, ആ കടുവ തികഞ്ഞ തന്ത്രശാലിയാണ്. മനുഷ്യനെ വേട്ടയാടിയാണ് ആ കടുവ പഠിച്ചിരിക്കുന്നത്. ഇനിയും ഈ ഗ്രാമം കാണാൻ പോകുന്നത് കൊടിയമായ ചോക്കർ കടുവയുടെ ആക്രമണമാണ്. അതിൽ നിന്നും എങ്ങനെയായിരിക്കാം കോർബറ്റ് ഈ ഗ്രാമത്തെ രക്ഷിക്കുവാൻ പോകുന്നത്? എങ്ങനെയായിരിക്കാം ഈ കുട്ടിക്കടുവയെ കോർബറ്റ് കൊല്ലുവാൻ പോകുന്നത്? നമുക്ക് അടുത്ത കഥയിൽ നോക്കാം. ഈ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇത് അത്യാവശ്യം നല്ല വലിയ കഥയായതുകൊണ്ട് എത്ര പാർട്ടിൽ തീരുമെന്ന് എനിക്ക് പറയുവാൻ സാധിക്കുന്നില്ല. എങ്കിലും കഴിയും വേഗം ഈ കഥ അവസാനിപ്പിക്കുവാൻ ഞാൻ നോക്കാം. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു കഥയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.